ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വിളിക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ വീട്ടിലെ മഞ്ഞൾ കൃഷിയുടെ വിശേഷങ്ങളാണ് പങ്കുവെക്കുന്നത്. മഴ പെയ്തപ്പോൾ കഴിഞ്ഞ വർഷത്തെ മഞ്ഞളെല്ലാം കിളിച്ചു തുടങ്ങി. അതിന്ന് നമ്മൾ വിളവെടുക്കുകയാണ്. വളരെ കുറച്ച് മഞ്ഞൾ മാത്രമാണ് കഴിഞ്ഞ വർഷം നട്ടത്. എന്നാലും ഈ പ്രാവശ്യം അത്യാവശ്യം മഞ്ഞൾ കിട്ടുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വർഷം കുറച്ച് മഞ്ഞൾ കിട്ടിയിരുന്നു. അതിൽ കുറച്ചൊക്കെ ഞങ്ങൾ പൊടിപ്പിച്ചു. വീട്ടിലേക്ക് ആവശ്യമായുള്ള മഞ്ഞൾപ്പൊടി ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അതിൻ്റെ ബാക്കിയാണ് കഴിഞ്ഞ വർഷം നട്ടത്. ജൈവവളത്തിൽ കൃഷി ചെയ്തതുകൊണ്ട് വലിയ വിളവൊന്നും കിട്ടിയില്ല. എന്നാലും അത്യാവശ്യം നല്ല മഞ്ഞളാണ് നമുക്ക് കിട്ടുന്നത്. കീടങ്ങളുടെ ആക്രമണം മഞ്ഞൾ കൃഷിക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കീടനാശിനികളൊന്നും അധികം പ്രയോഗിക്കേണ്ടതില്ല. വലിയ പരിചരണം കൂടാതെ തന്നെ മഞ്ഞൾ ചെടി വളർന്നുകൊള്ളും. സ്ഥലം വളരെ കുറവുള്ളവർക്ക് ഗ്രോ ബാഗിലും മഞ്ഞൾ വളർത്താം. ചാണകപ്പൊടി, എല്ലുപൊടി എന്നിവ വളമായി നൽകാം. മഞ്ഞൾ നടുമ്പോൾ എപ്പോഴും മണ്ണ് വെട്ടിക്കൂട്ടി അതിൻ്റെ മുകളിൽ വേണം നടേണ്ടത്. അപ്പോൾ കൂടുതൽ മഞ്ഞൾ ലഭിക്കും. മാത്രമല്ല, വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ കൃഷി ചെയ്താൽ മഞ്ഞൾ നശിച്ചു പോകുകയില്ല. കൃഷി ചെയ്ത് ലഭിക്കുന്ന മഞ്ഞൾ ഞങ്ങൾ പൊടിപ്പിച്ച് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മായമില്ലാത്ത മഞ്ഞൾപ്പൊടി ഞങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വിശേഷമായി